സൺഡേ ആണെങ്കിൽ രജി പൊതുവേ ഒരു 11 മണിയാകുമ്പോൾ കറിക്കുള്ള ഐറ്റംസ് എന്തെങ്കിലും കൊണ്ടുവരും. പക്ഷെ ഇന്ന് ആൾ വരാൻ 1:30 കഴിഞ്ഞിട്ടുണ്ടായിന്. പൊതുവേ സൺഡേ ഒരു 1:30 ആവാറുണ്ട്. ഇന്ന് എന്താ വാങ്ങേണ്ടതെന്ന് രാവിലെ തന്നെ എന്നോട് ചോദിച്ചിനി, മീനാണോ ചിക്കനാണോ. ഞാൻ രണ്ടും വേണ്ട, ഇന്നലത്തെ അവിയലും കൂട്ടുകറിയും ബാക്കിയുണ്ട്, നമുക്കത് വെച്ച് ഒപ്പിക്കാന്ന് പറഞ്ഞു. അങ്ങനെ 1:30ക്ക് വന്ന രജി വല്ല ചിക്കനോ മീനോ കിട്ടുവാണെങ്കിൽ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോയിട്ട് വരുമ്പം വാങ്ങിച്ചുകൊണ്ടുവന്ന മീനാണ് ഇത്. ടോപ്പിയും ഞണ്ടുവാന്ന് കൊണ്ടുവന്നിട്ടുണ്ടായി. ഞണ്ട് എൻ്റെ ഫേവറേറ്റ് ആണ്. പക്ഷേ ഇപ്പം എന്തായാലും സമയം നേരത്തെ നല്ലോണം വൈകിക്കൊണ്ട് ഞാനത് തൽക്കാലം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ട് മീൻ മാത്രമാണ് പൊരിക്കുന്നത്. ഇവിടുന്ന് വാങ്ങുന്ന മീനൊക്കെ ഇതേപോലെ ഞണ്ടും ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ടായിന്, പിലോപ്പി മീനും ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ടായി. അതുകൊണ്ട് പണി എളുപ്പമായിരുന്നു. അങ്ങനെ ഞാൻ അരവൊക്കെ പുരട്ടി വേഗം തന്നെ പൊരിക്കാൻ വെച്ചു. പണ്ട് ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിന് അങ്ങോട്ട് സ്ഥിരമായിട്ട് വരുന്ന ഒരു മീൻകാരനുണ്ട്, അബ്ദുള്ള എന്നാണ് പേര്. അപ്പം അയാൾ ഈ പിലോപ്പി മീനിനെ കരിമീൻ എന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചിട്ടുണ്ട്. ഞാൻ കരിമീൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഈ കരിമീനല്ലേന്ന് വെച്ച് വാങ്ങുകയും ചെയ്തു. എൻ്റെ നാട്ടിൽ ഈ കരിമീനിന് ഇരുമീൻ എന്നും പേര് പറയാറുണ്ട്. പക്ഷേ പിലോപ്പിനെ പിലോപ്പി എന്ന് തന്നെയാണ് പറയാറ്. പക്ഷേ ഈ പിലോപ്പി കാണാൻ ലുക്ക് വൈസ് കറുത്തിട്ടായതുകൊണ്ട് ആണോന്നറിയില്ല, അയാൾ കരിമീൻ എന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചേന്നറിയില്ല. ഈ പൊരിക്കാൻ വെച്ച സമയത്ത് ഞാൻ പോയി കുളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്ക് ഇന്നലത്തെ കൂട്ടുകറിയും പിന്നെ അവിയലൊക്കെ ചൂടാക്കി ഉപ്പിലിട്ട നെല്ലിക്ക ഉണ്ടായിരുന്നു, അതും മീൻ വറുത്തയും കൂട്ടിയാണ് ചോറ് കഴിച്ചത്. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ചാണ്. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ തന്നെ ഒരു ഏകദേശം 2:30 2:45 ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്.